ഡോക്ടറെ തമ്മിലിൽ കണ്ട പോലെ ഇപ്പോൾ BDS നമുക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കാൻ പറ്റിയ കോഴ്സാണോ BDS? ഒരു ചോദ്യം തന്നെയാണത്. അപ്പോൾ എന്താണ് ഡോക്ടർ അതിനെപ്പറ്റി പറയാനുള്ളത്? തീർച്ചയായിട്ടും നമുക്ക് എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സും നമുക്ക് നല്ലൊരു ഫ്യൂച്ചർ തരുന്ന ഒരു കോഴ്സുമാണ് BDS. അപ്പോൾ അതിൻ്റെ ഒരു പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാമല്ലോ, ഒരു 99% കുട്ടികളും MBBS കിട്ടാത്തതിൻ്റെ ഒരു പേരിൽ ഒരു സെക്കൻഡ് ഓപ്ഷനായിട്ട് മനസ്സോടെയാണ് BDSയിലേക്ക് വരുന്നത്. അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. വളരെ കുറച്ച് പേരാണ് ഈ ഒരു കോഴ്സ് നേരത്തെ തന്നെ ആഗ്രഹിച്ച് പ്ലാൻ ചെയ്ത് ഇതിലേക്ക് എത്തുന്നത്. അതെ, അത് എല്ലാ ഡെന്റിസ്റ്റിൻ്റെ മക്കളൊക്കെ ആയിരിക്കും ആക്ച്വലി പ്ലാൻ ചെയ്ത് വരുന്നവർ. അതെ, സ്വന്തമായിട്ട് ക്ലിനിക്കുള്ളവരൊക്കെ ആയിരിക്കും. അല്ലാത്ത എല്ലാവരും തന്നെ MBBS കിട്ടാത്തതിൻ്റെ പേരിലാണ് ഡോക്ടർ പറഞ്ഞ പോലെ വരുന്നത്. നമുക്കത് ആക്ച്വലി വന്നതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കാൻ പറ്റും. അതാണ് അല്ല, വരുന്നതിന് മുമ്പ് തന്നെ ഈ കോഴ്സിനെ പറ്റി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് താല്പര്യത്തോടെ തന്നെ ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. മിക്ക കുട്ടികളുടെയും ധാരണ നമ്മൾ ജീവിതകാലം മുഴുവൻ ഈ ആളുകളുടെ വായിൽ പല്ലിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അതൊരു പാർട്ട് മാത്രമാണ് നമ്മുടെ ഈ പ്രൊഫഷൻ്റെ. നമുക്കിപ്പം മുഖത്തും നമ്മുടെ കഴുത്തിലും ഉള്ള എന്തൊക്കെ തരത്തിലുള്ള ഡിഫക്ട്സ് കാര്യങ്ങൾ, അതിപ്പോൾ ജനറ്റിക്കലായിട്ടുള്ളത് അല്ലെങ്കിൽ ആക്സിഡൻറ്റ് വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇപ്പോൾ നമുക്കറിയാമല്ലോ ക്ലെഫ്റ്റ് ലിപ്പ് അല്ലെങ്കിൽ മുച്ചുണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ, അതെല്ലാം ട്രീറ്റ് ചെയ്യുന്നത് ഡെൻറ്റിസ്റ്റുമാരാണ്. നമുക്കാണ് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസും കാര്യങ്ങളെല്ലാം ഉള്ളത്. അപ്പോൾ ഒരിക്കലും നമുക്ക് MBBS കിട്ടിയില്ല, ഇനിയിപ്പോൾ എന്തെങ്കിലും ആട്ടെ എന്നുള്ള രീതിയിൽ BDS പഠിക്കാൻ വരാതെ ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി കോഴ്സ് നന്നായിട്ട് എൻജോയ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാകും, നല്ലൊരു കോളേജ് ലൈഫും ഉണ്ടാവും, നല്ലൊരു പ്രൊഫഷണൽ ലൈഫും ഉണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു സംശയമാണ്, MBBSൻ്റെ അത്ര ഏണിംഗ് ആണോ BDS? അതെയോ MBBSനേക്കാൾ ഒരുപടി, അങ്ങനെ കമ്പയർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, പക്ഷേ MBBSനേക്കാൾ ഒരുപടി മുൻപിൽ ഏൺ ചെയ്യാമെന്നാണ് ഞാൻ BDSനെ പറ്റി മനസ്സിലാക്കിയിരിക്കുന്നത്. ഡോക്ടർ എന്താണ്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ MBBSനെ സംബന്ധിച്ചിടത്തോളം ഒരു PG കോഴ്സ് എന്ന് പറയുന്നത് ഒരു അനിവാര്യമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ PG പോലും കഴിഞ്ഞപ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ലെവലിലേക്ക് വന്നിരിക്കുകയാണ്. അതേസമയം BDS ആകുമ്പോൾ നമുക്ക് സ്കില്ലുണ്ടെങ്കിൽ ഈവൻ PG ഇല്ലാതെ പോലും മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ നോക്കുമ്പം പിന്നെ പഠിക്കാനുള്ള എക്സ്പെൻസും നമ്മൾ കമ്പയർ ചെയ്യണമല്ലോ. അതെ, ഫീസ് സ്ട്രക്ചർ കമ്പയർ ചെയ്യണം. അതുപോലെ തന്നെ ഒരു ക്ലിനിക്ക് തുടങ്ങണമെങ്കിൽ മിനിമം എക്സ്പെൻഡിച്ചറിൽ ഏത് സിറ്റിയിലും തുടങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട് BDS ആകുമ്പം. ചില ആളുകൾ അതിലും കൺസേൺഡ് ആണ്. ഇപ്പം BDS പഠിച്ചാൽ മാത്രം പോരല്ലോ, നമുക്ക് ക്ലിനിക്കും തുടങ്ങണ്ടേ, ഒരുപാട് ക്ലിനിക്കുകളില്ലേ എന്ന് ചോദിക്കുന്ന ഒരുപാട് ക്വസ്റ്റിന് പ്രസക്തിയുണ്ട്. പക്ഷേ അവരോട് എനിക്ക് പറയാനുള്ളത്, ഒന്നാമത്തെ കാര്യം, ഒരു ഡെൻ്റൽ ക്ലിനിക്ക് തുടങ്ങാമെന്ന് പറയുന്നത് ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സംഗതിയൊന്നുമല്ല. ഇപ്പോൾ ഒരു ബിലോ 10 lakhs, ഈവൻ ഒരു 6 to 7 lakhs വരെ നമുക്കൊരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാം. കോഴ്സ് പഠിക്കുന്ന പകുതി പൈസ ഉണ്ടെങ്കിൽ ഒരു ക്ലിനിക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതെ, പിന്നെ ഒരുപാട് ഡെൻ്റൽ ക്ലിനിക്സ് ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനൊരു പോസിറ്റീവ് ആസ്പെക്റ്റിലാണ് എടുക്കേണ്ടത്. കാരണം ഇതൊരു നഷ്ടമാണെന്നുണ്ടെങ്കിൽ വീണ്ടും ക്ലിനിക്കുകൾ വരത്തില്ല, എല്ലാവരും തുടങ്ങത്തില്ലല്ലോ. അതെ, പിന്നെ നമുക്ക് പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഒരു സിറ്റിയിൽ ഒരെണ്ണം അല്ലെങ്കിൽ ഒരു സിറ്റിയിൽ ഒരെണ്ണം പോലും ഇല്ലാത്തൊരു സിറ്റുവേഷനൊക്കെ ആയിരുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു ജംഗ്ഷനിൽ തന്നെ 3-4 എണ്ണമൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളിതേപ്പറ്റി ചിന്തിക്കുമ്പോൾ പറയേണ്ടത്, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് പോലെ അല്ല ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ്. ഒരു ചെറിയ പല്ലടയ്ക്കാൻ നമുക്ക് മിനിമം ഒരു 800 തൊട്ട് 1000 റേഞ്ച് വരെ ഫീസ് വരും. അതെ, നമുക്കൊരു ദിവസം ഒരു 10 പേഷ്യൻസിനെ കിട്ടിയാൽ പോലും ഒരു മിനിമം ഒരു 25,000 റേഞ്ചിലേക്ക് ക്ലിനിക്കിൻ്റെ ടേൺ ഓവർ പോകുന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. അതെ, പണ്ട് ഒരു ക്ലിനിക്കിൽ 50-60 പേരുണ്ടായിരുന്നു, നീണ്ട വെയിറ്റിംഗ് ആയിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന 4-5 പേരില്ല, 1-2 പേരോ ഒന്നുണ്ടെങ്കിൽ പോലും ഒരു ക്ലിനിക്ക് സക്സസ്ഫുള്ളായിട്ട് റൺ ചെയ്ത് പോകാമെന്നുള്ളതാണ്. അതെ, അപ്പം നമുക്ക് BDS ഉറപ്പായിട്ടും ഇഷ്ടപ്പെട്ട് പഠിക്കാൻ ഈ പറഞ്ഞ പോലെ. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് നമ്മുടെ ടൈമിങ്. ആക്ച്വലി ഒരു 10 to 4 അല്ലെ 10 to 5 ആ ഒരു റേഞ്ചിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലേ? നമ്മളതേപ്പറ്റി സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്, ലൈഫ് ആസ് എ ഡെന്റിസ്റ്റ് എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ പറയാവുന്നൊരു കാര്യം തന്നെയാണത്. നമുക്ക് അതാ ഞാൻ മുമ്പേ പറഞ്ഞു, നല്ലൊരു പ്രൊഫഷണൽ ലൈഫ്, ഫാമിലി ലൈഫ്, ഇതെല്ലാം ഈ കോഴ്സ് നിങ്ങൾക്ക് തരും എന്നുള്ളതാണ്. അതിനെ ഏറ്റവും എൻജോയ് ചെയ്ത് പഠിക്കാവുന്ന മെഡിക്കൽ കോഴ്സും ഇത് തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മളിതിനെ ജെൻഡർ വൈസ് നമ്മൾ തിരിക്കേണ്ട ആവശ്യമില്ല, എങ്കിലും കുറച്ചും കൂടെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ചുള്ള കുറച്ചും കൂടെ ആപ്റ്റാവുന്നൊരു കോഴ്സാണ്. തീർച്ചയായിട്ടും ഫീമെയിൽസിനെ സംബന്ധിച്ച് നല്ലൊരു കോഴ്സാണ്. ഓക്കെ, അപ്പം നമുക്ക് കൺക്ലൂഡ് ചെയ്യാം അല്ലേ? ഓക്കെ, താങ്ക് യു.